നമ്മൾ മൂന്നാമത്തെ സെഷനിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം തന്നെ 1 മുതൽ 71 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ 21 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞത്. ഇനിയുള്ളത് ഒരു സുദീർഘമായ ഒരു ഭാഗമാണ്, പക്ഷെ അതിനെ പല സെക്ഷൻസ് ആയിട്ട് തിരിക്കാവുന്നതാണ്. 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളെയാണ് നമ്മളൊരു സെക്ഷനായിട്ട് കാണുന്നത്. അത് പക്ഷേ ഇന്ന് നമുക്കത് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത്രയും ദീർഘമായ സെക്ഷന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഞാനതിൻ്റെ മലയാളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും അത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അതിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭ ഭാഗത്തുള്ള ഒരു 2-3 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, യോഹന്നാന്റെ ആ സുവിശേഷത്തിലെ അധ്യായങ്ങളുടെ സെറ്റപ്പിൽ ഈശോയെ ദൈവപുത്രനായ ഈശോയെ ഇസ്രയേലിലെ 3 പ്രധാന ഭൂവിഭാഗങ്ങളിലും, യൂദയായാലും സമറിയായാലും ഗലീലയിലും അവതരിപ്പിച്ചു. അതുകൂടാതെ പിന്നത്തെ അടുത്ത സ്കീമായിൽ ഈ 3 ഭാഗങ്ങളിലും ജനം അവനെ തള്ളിപ്പറയുന്ന, അവനെ കാത്തിരുന്നവർ തന്നെ അവനെ തള്ളിപ്പറയുന്ന ആ സ്കീമായിലെ ഗലീലി ഭാഗത്തുള്ള തള്ളിപ്പറയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർത്തത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ അത്ഭുതമാണ്. ആ അത്ഭുതം കഴിഞ്ഞ് ഉടനെ തന്നെ ജനക്കൂട്ടം അവനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള, ഭക്ഷണം തരുന്നവനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള ആ വിവരം അറിഞ്ഞപ്പോൾ ഈശോ അവരുടെ നിന്ന് മാറിപ്പോയി കളഞ്ഞു, ഓടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ 22-ാം വാക്യം തുടങ്ങുന്നത്. The next day, the crowd that had stayed on the other side, so that only one boat had been there, and that Jesus had not got into the boat with his disciples, but that the disciples had set off by themselves. അപ്പൊ ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു അത്ഭുതം കൂടെ ഓർമ്മയിൽ വരുന്നുണ്ട്. സ്ലീഹന്മാർ മാത്രമായിട്ട് ആണ് ആ വള്ളത്തിൽ കയറി അവിടെ നിന്നും പോയത് എന്നും, അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ജനത്തിനറിയാമായിരുന്നു. ഇനി കുറച്ച് ബോട്ടുകൾ ഉള്ളത് പിറ്റേ ദിവസം അവിടേക്ക് വരുന്ന ബോട്ടുകളാണ്, വള്ളങ്ങളാണ്. അവിടെ ഒരു ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബോട്ടിൽ കയറിയാണ് സ്ലീഹന്മാർ പോയത്. ഈശോ ആ കൂടെ ഉണ്ടായിരുന്നില്ല. Other boats, however, had put in from Tiberias, near the place where the bread had been eaten. When the people saw that neither Jesus nor his disciples were there, they got into those boats and crossed to Capernaum to look for Jesus. When they found him on the other side, they said to him, Rabbi, when did you come here? അപ്പോൾ ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ജനം അവനെ കാണാതെ വന്നു. അവനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് ഒരു ബോട്ടിലെ ഓവട്ടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആ തോണിയിലെ സ്ലീഹന്മാർ പോയിരുന്നു എന്നും അതിൽ ഈശോ ഉണ്ടായിരുന്നില്ല എന്നും അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈശോ പോയത് എങ്ങനെ എന്നുള്ള ആ വലിയ ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. വേറൊരു മാർഗവും ഇല്ലല്ലോ ഈ വലിയ തടാകത്തിൽ കൂടെ പോകാനായിട്ട്. അങ്ങനെ അവർ ഈശോയെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് ഇതാണ്, ഗുരു, നീ എങ്ങനെ ഇവിടെ എത്തി? അത് യഥാർത്ഥത്തിൽ ആ ചോദ്യം അത്ര ഇന്നസെന്റ് എന്നല്ല നമ്മൾ പറയേണ്ട വാക്ക്, അത്ര നിസ്സാരമായൊരു ചോദ്യമല്ല. അതിന് വലിയ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത്, രണ്ടാമത്തേത് കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതം. അതുകൊണ്ടാണ് സ്ലീഹന്മാർ തന്നെ ഒരു വള്ളത്തിൽ പോയി ഈശോ അവരോട് പോയിരുന്നില്ല എന്ന് ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നതും ജനത്തിന് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു. പിന്നെ അടുത്ത പ്രധാന സംഭവം ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ഈശോയുടെ വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം. അപ്പൊ ഇതിനെ 3നെയും ഒന്നിനെതിരെ മറ്റൊന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് യോഹന്നാൻ. അപ്പൊ അതെന്താണ്? അങ്ങനെ വെക്കാനൊരു കാരണമുണ്ട്. ഇതിനെ ഇങ്ങനെ 3 നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ യോഹന്നാന്റെ സുവിശേഷം ഈ 6-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന അത് പെസഹ തിരുനാളിനോട് അടുത്ത ദിവസമായിരുന്നു എന്ന് പറയുന്നതുമായിട്ട് കൂട്ടിച്ചേർത്ത് കണ്ടാലേ ഇങ്ങനെ ഇതിനെ 3നെയും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥവും
അത് എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. കാരണം യോഹന്നാൻ അത് പെസഹാ തിരുനാളിനോട് അടുത്ത ദിവസങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെയും കടലിനെ ശാന്തമാക്കുന്ന ജലത്തിലുള്ള അത്ഭുതത്തെയും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രഘോഷണങ്ങളെയും മറ്റു 3 പ്രധാന സംഭവങ്ങളോട് കൂട്ടിച്ചേർത്ത് ജക്സ്റ്റാപ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പ്രതിബിംബിച്ച് എന്ന് പറഞ്ഞ പോലെ വെച്ചിരിക്കുകയാണ്. അതൊന്ന് പെസഹ, കടന്നുപോക്കാകുന്ന പെസഹ, 2 പുളിപ്പില്ലാത്ത അപ്പം, 3 ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. അപ്പൊ എന്താണ് ഈ 3 പ്രധാന തിരുനാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 തിരുനാളുകളും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന പുറപ്പാടിന്റെ അനുഭവത്തിൽ മോശ ജനത്തെ ഈജിപ്തിൽ നിന്നും ചെങ്കടൽ കടത്തി ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതിനെ ആണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഏത് 3 സംഭവങ്ങള്? പെസഹായും പുളിപ്പില്ലാത്ത അപ്പവും ആദ്യ ഫലങ്ങളുടെ തിരുനാളും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിൻ്റെയും കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതത്തിൻ്റെയും ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രബോധനത്തെയും ജക്സ്റ്റാപ്പോസ് ചെയ്ത് പ്രതിബിംബിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെടുത്താം, ആ ഉൽപ്പത്തി സംഭവവുമായിട്ട് ബന്ധപ്പെടുത്താം. അതെങ്ങനെ? ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാമോദീസ ആണ് ചെങ്കടലിൽ നടന്നത്. മാമോദീസ ജീവദായകമാണല്ലോ. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും സുനിശ്ചിതമായിരുന്ന മരണത്തിൽ നിന്നും ഇസ്രയേലിനെ രക്ഷപ്പെടുത്തി ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും ജീവനിലേക്കും നയിച്ച ഒരു മാമോദീസയാണ് യഥാർത്ഥത്തിൽ മോശ ചെങ്കടലിൽ നടത്തിയത്. ഇതിനെ ക്രിയേഷനുമായിട്ട്, സൃഷ്ടിയുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ താരതമ്യപ്പെടുത്തുക? സൃഷ്ടിയിൽ ദൈവം ജലത്താൽ മൂടിക്കിടന്ന് ജലത്തെ ഭാഗിച്ച് അവിടെ ലാൻഡ്, ഭൂമി, കര സൃഷ്ടിച്ചു. ചെങ്കടലിൽ മോശ എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തില് ജലത്തെ വിഭജിച്ച് അവിടെ ഒരു പുതിയ രാഷ്ട്രത്തെ സൃഷ്ടിക്കുക ചെയ്യുക. സൃഷ്ടിയിൽ എന്താണ് രൂപരഹിതമായിരുന്ന, പ്രശാന്തമല്ലാതിരുന്ന ആ ജലത്തിൽ കരയുണ്ടായതുപോലെ വളരെ ശുദ്ധമായി കിടക്കുന്ന ചെങ്കടലിനെ വിഭജിച്ച് പുതിയൊരു രാഷ്ട്രത്തെ മോശ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഈ ഒരു റെഫറൻസും കൂടിയുണ്ട് ഇവിടെ. അപ്പൊ ഈ ഒരു വലിയ അത്ഭുതം, ഈ വിടുതൽ, ഈ മോചനം, ഇതിനെ സ്തുതിക്കാൻ വേണ്ടി മോശയും പിന്നീട് മോശയ്ക്ക് ശേഷം എല്ലാ കാലത്തും ഈ വിജയത്തിന്റെ ഗാനം, പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലുള്ള ആ വലിയ വിജയഗീതം അവര് പാടിക്കൊണ്ടിരുന്നു. അപ്പൊ മോശ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിജനഭൂമിയിൽ കൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ദൈവം മോശ വഴി അവർക്ക് ഭക്ഷണം കൊടുത്തതുപോലെ മന്ന കൊടുത്തു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മോശയുടെ ഈ വിജയഗീതം ഉണ്ടല്ലോ, ഈ വിജയഗീതം എല്ലാ ശബദത്തിലും, എല്ലാ സാബത്ത് നാളിലും സിനഗോഗിൽ ചൊല്ലപ്പെടുന്നതാണ്, സിനഗോഗിൽ വായിക്കപ്പെടുന്നതാണ്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന എന്നത്, അല്ലെങ്കിൽ വിജയഗീതം എന്നുള്ളത് അവരുടെ ദേശീയ ഗാനമാണ്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും അത് സാബത്തിൽ ചൊല്ലപ്പെടുന്നതാണ്. ഇനിയിപ്പോ തൊട്ടടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സബത്തിൽ സിനഗോഗിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതിന് വലിയ റെലവൻസ് ഉണ്ട് യോഹന്നാൻ പ്രസന്റ് ചെയ്യുന്ന ആ രീതിയിൽ അതിനെ കണ്ടു കഴിയുമ്പോൾ. അപ്പൊ ഇതിലൂടെ ഈ 3 സംഭവങ്ങളിലൂടെ യോഹന്നാൻ നമ്മളെ കാണിച്ചത്, ഈ സംഭവങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. അത് പെസഹായുടെ തൊട്ട് മുമ്പുള്ള സംഭവങ്ങളാണ്. ഈ 3 സംഭവങ്ങളിലൂടെ മോശ നമ്മളെ കാണിച്ചു തരുന്നത്, ഒന്ന്
ഈശോ പുതിയ മോശയാണ് എന്ന് പറയുക. എങ്ങനെ? ഒന്ന്, ഈ ജനത്തെ, പുരുഷാരത്തെ മുഴുവൻ ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കുന്നതിലൂടെ മോശ ചെയ്തതുപോലെ തന്നെ. മോശ ചെങ്കടലിനെ രണ്ടായിട്ട് ഭാഗിച്ചതുപോലെ പുതിയ മോശയാകുന്ന ഈശോ കടലിനെ ശാന്തമാക്കും, അവനെ അനുസരിപ്പിക്കുന്നു. പിന്നെ മോശ പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് മന്ന വീണതുപോലെ ഇന്ന് പുരുഷാരത്തിന് മുഴുവൻ അപ്പം നൽകിക്കൊണ്ട് ജനത്തെ തൃപ്തരാക്കുന്നു. അപ്പൊ യോഹന്നാൻ ഈശോയെ പുതിയ മോശയായിട്ട് അവതരിപ്പിക്കുക. പഴയ മോശ പഴയ പുറപ്പാട് നടത്തിയെങ്കിൽ, ഈജിപ്തിന്റെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും കാനാന്റെ, ഇസ്രയേലിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്നുവെങ്കിൽ, പുതിയ മോശയാകട്ടെ ഒരു പുതിയ പുറപ്പാടിലൂടെ പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്നും ജീവനിലേക്കും പുത്രസ്വീകാര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവരുന്ന പുതിയ ഈശോയെ യോഹന്നാൻ പ്രസന്റ് ചെയ്യുക. ഈ വലിയ ക്യാൻവാസിൽ കണ്ടാൽ മാത്രമേ ഈശോയുടെ ഈ 2-3 പ്രവൃത്തികളുടെ റെലവൻസ് മനസ്സിലാകുകയുള്ളൂ. അല്ലെങ്കിൽ അതും മറ്റ് സുവിശേഷങ്ങളിൽ ഒരുപക്ഷെ കണ്ടുപോകുന്നത് പോലെയുള്ള ഏതെങ്കിലും 1-2 ആകസ്മികമായ അത്ഭുതങ്ങളായിട്ട് മാറും. പക്ഷെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത്ഭുതങ്ങളില്ല. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ദൈവികത വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അത്ഭുതമില്ല, മിറക്കിളില്ല, സയൻസേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാൻവാസിൽ കണ്ടാൽ മാത്രമേ, എന്തുകൊണ്ടാണ് യോഹന്നാൻ അത്ഭുതങ്ങളില്ല, യോഹന്നാൻ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ആ അടയാളങ്ങളുടെ യഥാർത്ഥ അർത്ഥവ്യാപ്തി എന്താണ് എന്നും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, മോശയിൽ മാത്രമല്ല നിൽക്കുന്നത്. അഥവാ മോശയ്ക്ക് കൊടുത്ത അതേ സന്ദേശം ഇനി നമ്മൾ ദാനിയേലിലേക്ക് വരുന്നു. മോശയോട് പറഞ്ഞിരിക്കുന്നുണ്ട്, ജനത്തിൽ നിന്റെ ഇടയിൽ നിന്നും ഞാൻ നിന്നേക്കാൾ വലിയൊരു പ്രവാചകനെ കൊണ്ടുവരും, അവന്റെ നാവിൽ ഞാൻ എൻ്റെ വാക്കുകളെ നൽകും, അവനെ അനുസരിക്കാത്തവരെ എല്ലാം, അവൻ പറയുന്നത് കേൾക്കാത്തവരെ എല്ലാം അവരെ ഞാൻ തിരസ്കരിച്ചു കളയും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പ്രവാചകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മുടെ മുന്നിൽ നിന്നത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യോഹന്നാൻ അതേ വാക്ക് ഉപയോഗിക്കാം, അത്രയും വലിയൊരു ക്യാൻവാസിൽ അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് ഈശോയെ കൊണ്ടുവരുന്നുണ്ട്. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് സംഭവം ഇതാണ്. ഈശോ അവിടെ ഇല്ല, ശ്രീഹന്മാർ തന്നെയാണ് പോയത് എന്ന് നമ്മൾ കണ്ടു. ഈശോ അവരോട് പോയിരുന്നില്ല. എന്നാൽ ജനം ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ താനും. ജനം പിറ്റേന്ന് അവിടെ ഈശോ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നപ്പോ അവിടെ ഈശോയെ കണ്ടപ്പോ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു. When they found him on the other side, they said to him, Rabbi, when did you come here? When did they come to you here എന്നുള്ള ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അത് ചോദിക്കേണ്ടത്. അവർ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അവരുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. ഹൗ ഡിഡ് യു കം ഹിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ജനത്തിന് അത്ഭുതം തോന്നുന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ മാപ്പിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകണം. കാരണം തിബേരിയാസ് അഥവാ ടൈബേറിയാസ് ഗലീല തടാകത്തിന്റെ വടക്കേ കരയിലുള്ള മധ്യഭാഗത്തല്ല, ശരിക്കും കുറെ താഴ്ന്നാണ്, മധ്യഭാഗത്ത് പടിഞ്ഞാറേ കരയിലുള്ള സ്ഥലമാണ് തൈബേരിയാസ്. കപ്പർനാം എന്ന് പറയുന്നത് കിഴക്കാണ്, വടക്ക് കിഴക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വടക്ക് കിഴക്കായിട്ടുള്ള സ്ഥലമാണ് കപ്പർനാം. അപ്പൊ ഇത്രയും ദൂരം, ഈ 10-13 കിലോമീറ്റർ ദൂരം ഈശോ എങ്ങനെയാണ് അവിടെ എത്തിയത്? അവൻ അവരോട് കൂടെ വള്ളത്തിൽ കയറിയിരുന്നുമില്ല. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു? അവിടെ അവർ തീർച്ചയായും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, റബ്ബായ്, വെൻ ഡിഡ് യു കം ഹിയർ? റബ്ബായ്, ഹൗ ഡിഡ് യു കം ഹിയർ എന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത്? ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന, പുരുഷാരത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ആ അത്ഭുതം മുതൽ അവരവനെ ഒരു രാജാവാക്കാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ ഒരു ബോധം അവരിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് മറ്റൊരു അത്ഭുതം ചെയ്തത് കൊണ്ടാണ് അവന് വള്ളത്തിൽ കയറി സ്ലീഹന്മാരോടൊപ്പം പോയില്ലായിരുന്നു എങ്കിൽ തന്നെയും അവൻ മലകൂറിലേക്ക് ഓടിപ്പോവുകയാണല്ലോ ചെയ്തത് അവർ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ. അപ്പോ ജനത്തോടൊപ്പം സ്ലീഹന്മാരോടൊപ്പം പോയിട്ടില്ലായിരുന്നു എങ്കിൽ തന്നെയും പിറ്റേന്ന് അതിരാവിലെ അവര് കഫർനാമിൽ എത്തിയപ്പോൾ അവനെ സ്ലീഹന്മാരോട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു അത്ഭുതം കൂടെ, മറ്റൊരു അത്ഭുതം കൂടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അവരുടെ ഊഹം ശരിയാണ്, മറ്റൊരു അത്ഭുതം സംഭവിച്ചു. പക്ഷെ അതൊരു പ്രൈവറ്റ് റെവലേഷൻ ആയിരുന്നു. അത് സ്ലീഹന്മാർ മാത്രമേ അതിന് സാക്ഷ്യം വഹിച്ചിരുന്നുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഇതാണ് ഇവരുടെ ഈ ചോദ്യത്തിന്റെ സാങ്കത്യം ഇവിടെ. വെൻ ഡിഡ് യു കം ഹിയർ? അതൊരു ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റി, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അസംഭവ്യത അവിടെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. എന്താണ് അസംഭവ്യത? ഈ കായൽ മുറിച്ച് അങ്ങേ കരയിലേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ പോകണമെങ്കിൽ എന്തായാലും വള്ളം വേണം. അവിടെ അന്ന് ഒരൊറ്റ വള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ജനം തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ ആ വള്ളത്തിൽ കയറി രക്ഷപ്പെടുന്നതിന് പകരം മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. സ്ലീഹന്മാരാകട്ടെ കഫർനാമിലേക്ക് തോണിയിൽ പോയി. ഈശോ അവരോട് പോയിട്ടില്ല എന്ന് ബോധ്യമുണ്ടായിരുന്ന ജനം പക്ഷേ പിറ്റേ ദിവസം കഫർനാമിൽ എത്തിയപ്പോൾ ഈശോയെ അവിടെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന്. മോശ ചെങ്കടലിനെ വിഭജിച്ചതുപോലെ ഗലീലാക്കടലിനെ ശാന്തമാക്കിയ യേശു ക്രിസ്തുവിന്റെ ഒരു അത്ഭുതം സംഭവിച്ചിരുന്നു. ആ അത്ഭുതം സംഭവിപ്പിക്കാൻ വേണ്ടി അവൻ കടലിന് മേലെ നടന്നാണ് പോയത്. ഇത് രണ്ടും കണ്ടിട്ടില്ലാതിരുന്ന ജനത്തിന് പക്ഷെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവ്യത ഉണ്ടാകുമായിരുന്നില്ല എന്നവർക്കറിയാമായിരുന്നു. സ്ലീഹന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന മറ്റൊരു അത്ഭുതം കൂടി അവർക്ക് കാണാൻ സാധിച്ചു ഈ സമയത്ത്, മോശ ചെങ്കടലിനെ വിഭജിച്ചതുപോലെ. ഇതാണ് ഇതിന്റെ സാങ്കത്യം. അപ്പോ ജനം വന്നിട്ട് ഇവനോട് വളരെ അത്ഭുതത്തോടെ ഇവനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഇൻ ഓൾ ട്രൂത്ത്, ആമേൻ ആമേൻ, ഐ ടെൽ യു, you are looking for me not because you have seen the signs, but because you had all the bread you wanted to eat. ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ടൊന്നും അല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് വയറു നിറച്ച് ഭക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഈശോ അവരോട് പറയാണ്, നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് ശരിയല്ല. ഡു നോട്ട് വർക്ക് ഫോർ ഫുഡ് ദാറ്റ് ഗോസ് ബാഡ്, ബട്ട് വർക്ക് ഫോർ ഫുഡ് ദാറ്റ് endures for eternal life, which the Son of Man will give you, for on him the Father God himself has set his seal. ഇനി ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. Do not work for food that goes bad, but work for food that endures for eternal life, which the Son of Man will give you, for on him the Father God himself has set his seal. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ 7 പ്രാവശ്യം കണ്ടതുപോലെ 8ാമത്തെ പ്രാവശ്യവും എയ്മൻ എയ്മൻ എന്ന് പറയുക. ഈശോ ഈ എയ്മൻ എയ്മൻ 2 പ്രാവശ്യം ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ അത് വൻ കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. വലിയ പ്രസ്താവനകൾക്ക്, വലിയ സത്യങ്ങൾ ഉദ്ഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈശോ ആമേൻ ആമേൻ എന്ന് പറയുന്നത്. ഇവിടെ ഈശോ ഈ വർക്ക്സ് ഫെയ്ത്ത് എന്ന് പറയുന്ന, പ്രവൃത്തി വിശ്വാസം എന്ന് പറയുന്ന, ദൈവശാസ്ത്രത്തിൽ വലിയ ഡിസ്കഷൻ നടക്കുന്ന, അഥവാ ദൈവശാസ്ത്രത്തിലെ 2 പ്രധാന സംജ്ഞകളെ, സംജ്ഞകൾ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം 2 ധാരകളെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് തന്നെയാണ് അവ പോകേണ്ടത് എന്ന് പഠിപ്പിക്കുക. അപ്പോ യാക്കോബ് സ്ലീഹയുടെ ഈ വാക്യം വളരെയധികം ഡിബേറ്റുകളിൽ ഉയർന്നു കേൾക്കുന്നതാണ്. പ്രവൃത്തിയും വിശ്വാസവും സംബന്ധിച്ച ഡിബേറ്റുകളിൽ എന്നും കേൾക്കുന്നതാണ്. 2:26. As a body without the spirit is dead, so is faith without deeds. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയോട് കൂടെയുള്ളതല്ലാത്ത വിശ്വാസവും മൃതമാണ്, മരിച്ചതാണ്.
അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? What does Jesus tell the crowd not to work for ordinary earthly food? What does he mean? ലൗകികമായ നശിച്ചു പോകുന്ന ഈ സാധാരണ അപ്പത്തിന് വേണ്ടി പരിശ്രമിക്കരുത് എന്ന് ജനത്തോട് ഈശോ പറയുമ്പോൾ എന്താണ് അവൻ അർത്ഥമാക്കുന്നത്? ഈ അപ്പം എന്നതിനെ ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണ് അദ്ദേഹം. അത് എന്താണ് ഇവിടെ അപ്പം എന്ന് പറഞ്ഞാല്? ഭൗതിക സമ്പത്തിനെയാണ് അപ്പം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അപ്പം എന്നല്ലേ അർത്ഥത്തിനപ്പുറം അപ്പം എന്നത് എല്ലാ ലൗകിക ഭൗതിക സമ്പത്തുകളുടെയും ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അത് എന്തുമാകട്ടെ, ഭൗതികമായി എന്തുമാകട്ടെ, അവയെല്ലാം നശിക്കും. ഓസിമാൻഡിയാസിന്റെ കവിതയിൽ പറയുന്നത് പോലെ, ഞാൻ ഇതെല്ലാ കാലത്തേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞുണ്ടാക്കിയ മരുഭൂമിയിലെ സ്തംഭം നശിച്ചു കിടക്കുന്നത് പോലെ എന്തുമാകട്ടെ ഭൗതികമായതൊക്കെയും നശിക്കും. ഈ ഭൗതികമായ അപ്പം ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ്, ഭൗതികമായ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഉപയോഗം എന്നത് വളരെ ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. കാരണം അത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്നത് കൊണ്ടുണ്ടാക്കുന്നതൊക്കെയും നശിച്ചു പോകും. നശിച്ചു പോകുന്ന അപ്പം കൊണ്ട് കഴിക്കുന്ന ജീവിതവും നശിച്ചു പോകും, അതിന് സംശയമൊന്നുമില്ല. കാരണം എന്താ? മരണം എന്ന ആ നിത്യ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാൻ ഈ ലൗകികമായ അപ്പത്തിന് അല്ലെങ്കിൽ ലൗകികമായ ഏതെങ്കിലും സമ്പത്തിന് സാധ്യമല്ല. എന്തിന്? ആകാശത്തു നിന്നും മോശ ഇറക്കിക്കൊടുത്ത മന്ന പോലും ജീവൻ നൽകുന്നതായിരുന്നില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യമായ ജീവൻ നൽകുന്നതായിരുന്നില്ല, അതും നശിച്ചു പോകുന്നതായിരുന്നു. എല്ലാ കാലത്തേക്കും സംതൃപ്തി നൽകുന്ന, ആത്മീയമായ നമ്മുടെ വിശപ്പിനെ ഇല്ലാതെയാക്കുന്ന, നിത്യജീവൻ നൽകുന്ന അപ്പം നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകൂ. ഇതാണ് ഈശോ ഈ പറയുന്നതിന്റെ അർത്ഥം. ഡു നോട്ട് സ്ട്രൈവ് ഫോർ ഫുഡ് ദാറ്റ് പെരിഷസ്. നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. നിത്യമായ സംതൃപ്തി നൽകുകയും എല്ലാ കാലത്തേക്കുമായി ആത്മീയമായി നമുക്ക് സംതൃപ്തി നൽകുക, ആത്മീയ വിശപ്പിന്റെ അതിനെ ഒടുക്കുന്നതും സംതൃപ്തി നൽകുന്നതും നിത്യജീവൻ നൽകുവാൻ സാധ്യതയുള്ള ശേഷിയുള്ള ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഐസയ 55:2-3 പറഞ്ഞിരിക്കുന്ന ഇസ്രയേൽക്കാരോട് എല്ലാ കാലത്തേക്കുമായിട്ട് ഐസയ പറഞ്ഞ കാര്യത്തെ ഈശോ അവരെ ഓർമ്മിപ്പിക്കുക. ഇവിടെ നശ്വരമായവയിൽ നിങ്ങൾ എന്തിന് പ്രത്യാശ അർപ്പിക്കുന്നു? നശ്വരമായവ സ്വരുക്കൂട്ടാൻ വേണ്ടി എന്തിന് നിങ്ങൾ ചെലവഴിക്കുന്നു? നിങ്ങൾ എന്നെ ശ്രവിക്കുക. ലിസൺ കെയർഫുള്ളി ടു മീ ആൻഡ് യു വിൽ ഹാവ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ആൻഡ് റിച്ച് ഫുഡ് ടു എൻജോയ്. പേ അറ്റൻഷൻ, കം ടു മീ, ലിസൺ ആൻഡ് യു വിൽ ലിവ്. മെസ്സിയാനിക് പ്രവചനമാണ്, മെശിഹ പ്രവചനമാണ്. എന്നിലേക്ക് വരിക, എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ ജീവിക്കും. ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ലൗകികമായ ജീവിതമല്ല, നിത്യമായ ജീവിതത്തെ കുറിച്ചാണ്. ഐസയായിലൂടെ ദൈവം പ്രവചിച്ച, ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ഈ അഭൗമമായ ഈ അപ്പം എന്താണ്? ഈ ഭക്ഷണം എന്താണ്? അത് നമുക്കറിയാം. ഈശോനെ കുറിച്ച് കൂടുതലായിട്ട് ഇനി പറയാൻ പോവുകയാണ്. അവന്റെ ശരീരവും രക്തവും. അവന്റെ ശരീരവും രക്തവും എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അറിയാം ദിവ്യകാരുണ്യം. അപ്പൊ ഇനി ഈ അധ്യായത്തിന് തന്നെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈശോ ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഇതിനെ ഇനിയും വിശദീകരിക്കാൻ പോവുകയാണ്. അത് നമുക്ക് കാണാം. ഇനി ഇവിടെയുള്ള വലിയ മറ്റൊരു ഭാഷാ സങ്കേതത്തെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. എന്തുകൊണ്ടാണ് ഈശോ മനുഷ്യപുത്രൻ എന്നുള്ള ഈ പേര് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇത് പറയുമ്പോൾ ഇസ്രയേൽക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചക വചനങ്ങൾ എല്ലാ ആഴ്ചയും കേൾക്കുകയും വായിക്കുകയും
അതിനെക്കുറിച്ചുള്ള അവർക്ക് വിവരണങ്ങള് മിദ്രാശുകൾ കേൾക്കുകയും ചെയ്യുന്ന ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം മഹത്വപൂർണനായ ദൈവപുത്രനെ കുറിച്ചുള്ള ആ പ്രവചനം അത് അവരുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്, ഓടി വരേണ്ടതാണ്. കാരണം ഇത് നമുക്കറിയാം, അതൊരു എസ്കറ്റോളജിക്കൽ പ്രവചനമാണ്, യുഗാന്ത്യ പ്രവചനമാണ്. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതികളെ കുറിച്ചല്ല. ദാനിയേലിന്റെ കാലത്തോ ദാനിയേൽ ജീവിച്ചിരിക്കുന്ന സമയത്തോ തൊട്ടടുത്ത ഭാവിയിലോ സമീപ ഭാവിയിലോ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല ദാനിയേലിന്റെ പ്രവചനം 7:13 എന്ന് പറയുന്നത്. അത് എസ്കറ്റോളജിക്കലാണ്, യുഗാന്ത്യപരമാണത്. അത് ഇങ്ങനെയാണത്. നിശാദർശനത്തിൽ, ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ വേറൊരു ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജത്വം അനശ്വരമാണ്. ഇത്രയും സുവ്യക്തമായ മനോഹരമായ, ഇന്ന് നമുക്കറിയാവുന്ന നമ്മുടെ ധാരണകളെ എല്ലാം അവയുടെ എല്ലാം പിന്തുണയോടുകൂടി നോക്കുകയാണെങ്കിൽ ഇത്രമേൽ സുവ്യക്തമായ മറ്റൊരു മെസ്സിഹാനിക് പ്രോഫസി, ഒരു യുഗാന്ത്യ പ്രവചനം, യുഗാന്ത്യോന്മുഖമായ ഒരു പ്രവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങുമില്ല എന്ന് പറയാം. അപ്പൊ ഇതാണ് അതിന്റെ റെലവൻസ്. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ, ഈ വരുന്നവൻ പുരാതനനായവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവനോ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യമോ നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വമോ നശിച്ചു പോകാത്തതുമാകുന്നു. അപ്പൊ ഇവിടെയാണ് ഈ തൊട്ടു മുമ്പ് പറഞ്ഞ നിത്യജീവനെ കുറിച്ചൊക്കെയുള്ള ആ വാക്യങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ എത്ര വലിയ അർത്ഥമാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുക. ഇതാണ് ഈശോയോട് സൂചിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ഈ നമുക്കിന്ന് മനുഷ്യപുത്രൻ എന്നുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു തന്നെയും പിന്നീട് കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളൊക്കെ കൊണ്ടതൊരു ക്ലീശയായിട്ട് തോന്നുമെങ്കിലും ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് ഒറ്റ പ്രവചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സകല പ്രവാചക പ്രവചനങ്ങളിൽ നിന്നും. നക്ഷത്രങ്ങളുടെ ഇടയിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ദാനിയേലിന്റെ 7:13 മനുഷ്യപുത്രൻ എന്നുള്ള പ്രവചനം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവികതയിലേക്ക് മനുഷ്യൻ വരിക എന്നുള്ളതോ അഥവാ ദൈവപുത്രൻ എന്നുള്ള സങ്കല്പമോ ചിന്തിക്കാൻ പോലും ആകാത്തിടത്താണ് ഒരു പ്രധാന പ്രവാചകൻ നിന്നുകൊണ്ട് ആകാശത്ത് നിന്ന് വെള്ളടി വെട്ടുന്നത് പോലെ അതിന് പിന്നിലോ അതിന് ശേഷമോ അതിന് തുല്യമായ യാതൊരു സൂചനകളും നൽകാതെ പെട്ടെന്ന് മനുഷ്യപുത്രൻ എന്നുള്ള ഒരു പ്രവചനവുമായിട്ട് വരുന്നത്. ആ മനുഷ്യപുത്രൻ എന്നുള്ളത് വളരെ വിശദീകരിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് അവന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അവന്റെ കപ്പാസിറ്റികൾ എന്നും പറഞ്ഞുകൊണ്ട് ദാനിയേല് ഒരു ഏറ്റവും പ്രബലമായ മെസ്സിഹാനിക പ്രവചനം നടത്തിയിരിക്കുന്നതിനെയാണ് ഈശോ സൺ ഓഫ് മാൻ എന്ന് തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികമായി അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു പ്രവചനത്തെയാണ് അവിടെ ഈശോ സൂചിപ്പിക്കുന്നത്. അത് വെറുതെ ഒരു പ്രാവശ്യമല്ല ഈശോ പറയുന്നത്. ദാനിയേലിന്റെ പ്രവചനത്തിൽ ഒരിക്കൽ പറയുന്നതിനെ ഈശോ പറയുന്നത് 10 പ്രാവശ്യമാണ് പറയുന്നത്. 10 പ്രാവശ്യം. ജീസസ് വിൽ യൂസ് ദിസ് ടൈറ്റിൽ ഫോർ ഹിംസെൽഫ് 10 ടൈംസ് ഇൻ ജോൺസ് ഗോസ്പൽ. 10 പ്രാവശ്യമാണ് ഈശോ ഈ കാര്യം പറയുന്നതിനെ പേർത്തും കാണിക്കുന്നത്. ആ 10 എക്സാമ്പിൾസും നമുക്കിവിടെ കാണാം. വെറും 3 പ്രാവശ്യമേ സുവിശേഷങ്ങളിൽ അല്ലാതെ മനുഷ്യപുത്രൻ എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആസകലമുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 7:56, വെളിപാട് 1:13, 14:14. അവിടെ അല്ലാതെ മറ്റെവിടെയും മനുഷ്യപുത്രൻ എന്ന ആ സംജ്ഞ യേശുവിനെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10 സ്ഥലങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈശോ തന്നെ കുറിച്ച് തന്നെ പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ടൈറ്റിൽ, പേര് ഇതാണ്, മനുഷ്യപുത്രൻ. ഈശോ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ആ ഉപയോഗിക്കുന്ന എല്ലാ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു മെസ്സിയാനിക് റെഫറൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഏത് മെസ്സിയാനിക് റെഫറൻസ്? ദാനിയേലിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, മനുഷ്യപുത്രനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ മെസ്സിയാനിക് റെഫറൻസ് ആയിട്ട്. ഒന്നുകൂടെ പറയാം, വിശുദ്ധ ഗ്രന്ഥത്തിലേത്, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ മെസ്സിയാനിക് റെഫറൻസ് ആണ് സൺ ഓഫ് മാൻ എന്നുള്ളത്. അതിന്റെ അവസാന എന്താണ് വാചകത്തിൽ പറയുന്ന അവന്റെ മേലൊരു സീല് നൽകപ്പെട്ടു എന്ന് പറയുന്ന ആ ഭാഗം. വാട്ട് ഈസ് ദ സീൽ ദാറ്റ് ഗോഡ് ഹാസ് സെറ്റ് ഓൺ ദ സൺ? മുദ്ര, അവൻ എന്ത് മുദ്രയാണ് നൽകപ്പെട്ടത്? മത്തായിയുടെ സുവിശേഷം 3:16, യോഹന്നാൻ 1:32, 34, 5:27, ഇനി ദാനിയേൽ 7:13, 14. ഇവ തമ്മിൽ ആണ് കണക്ഷൻ ഉള്ളത്. അപ്പൊ ഈ നൽകപ്പെട്ട മുദ്ര പരിശുദ്ധാത്മാവാണ്. മാമോദീസായിൽ അവൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവാണ് ഈ അവന് നൽകപ്പെട്ട മുദ്ര. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മനോഹരമായ വിവരണം. It is the third person of the most holy Trinity who is the power of God operative in Jesus' signs. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആള്, ഈശോയുടെ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തിത്വം. വ്യക്തിത്വം എന്നതിനേക്കാൾ വ്യക്തി, മൂന്നാമത്തെ വ്യക്തി പരിശുദ്ധാത്മാവാണ് ഈ ഇവന് നൽകപ്പെട്ട മുദ്ര എന്ന് ദാനിയേൽ പറഞ്ഞിരിക്കുന്ന മുദ്ര. ഈ വാക്യം, ഇപ്പൊ നമ്മൾ കണ്ട വാക്യം, ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ അധികാരത്തെ സൂചിപ്പിക്കാൻ കൂടി ഉപയോഗിക്കുന്നു. ഈ മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആ ടേമായിട്ട്, ഒരു മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മിസ്റ്റിസിസം, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വിശദീകരിച്ചാലാണ് അതിന്റെ അർത്ഥം തെറ്റിപ്പോവുക. ദാനിയേലിന് ലഭിച്ച മിസ്റ്റിക്കൽ ആ വിഷനിലുള്ള യേശു ക്രിസ്തുവിനെ സകലതിനെയും, ഇനി തൊട്ടടുത്ത വാചകങ്ങൾ ദാനിയേൽ അതാണല്ലോ പറയാൻ പോകുന്നത്, സകല രാജ്യത്വങ്ങളും അവന് നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ അധികാരം നൽകുക മാത്രമല്ല, അതിന്റെ പ്രാവർത്തികമായ പരിസമാപ്തിയും കൂടെ തൊട്ടടുത്ത വാക്യങ്ങളിൽ ദാനിയേൽ പറയുന്നുണ്ട്. ആ മഹാസാമ്രാജ്യം അവൻ കീഴടക്കി, അവന്റെ മുമ്പിൽ 4 മഹാസാമ്രാജ്യങ്ങളും കീഴടക്കപ്പെട്ടു എന്നൊക്കെയാ പറയുന്നത്. അതിനെയാണ് ഈശോ സൂചിപ്പിക്കുന്നത്. ഓൺ ഹിം വാസ് കൺഫേർഡ് റൂൾ, ഓണർ ആൻഡ് കിങ്ഷിപ്പ്, and all peoples, nations and languages became his servants. His rule is an everlasting rule which will never pass away, and his kingship will never come to an end. അതാണല്ലോ തൊട്ടടുത്ത വാക്യമാണ് ദാനിയേലിന്റെ. അവന് സകല അധികാരങ്ങളും നൽകപ്പെട്ടു. അവൻ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യമോ നീങ്ങി പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അത് ഈ വളരെയധികം വിശദീകരിച്ചാൽ പോലും അധികമായി പോകാത്ത ഒരു ഭാഗമാണ്. എങ്കിലും നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഈ സീൽ എന്ന് പറയുന്ന, മുദ്രണം എന്ന് പറയുന്നതിന് നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, മാമോദീസായിൽ ഈശോയ്ക്ക് ലഭിച്ച ആ മുദ്ര, ആ മുദ്ര എന്ന ജീവനുള്ള പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ അടയാളങ്ങളായി പുറത്തു വന്നത് കൂടാതെ, മുദ്ര എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെ ഇവിടെ കൊണ്ടുവരാം. മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് ഇവിടെ. ആ കാലഘട്ടങ്ങളിലെ ഇസ്രയേലിൽ ഈ ബ്രെഡ്, അപ്പം ഉണ്ടാക്കുമ്പോൾ ആ ബേക്കറിക്കാരൻ, അപ്പം ഉണ്ടാക്കുന്നവൻ അതിലൊരു മുദ്ര കുത്തുമായിരുന്നു. ആ ഗ്രീക്ക് വാക്ക്, മുദ്ര എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് സ്ഫറാഗിസോ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ടു സ്റ്റാമ്പ്, അതായത് ഒരു വേർബായിട്ട്. നമ്മൾ ഇപ്പോഴും പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്, ഗവൺമെന്റ് സാധനങ്ങളൊക്കെ മുദ്ര കുത്താനായിട്ട് അരക്ക് ഉരുക്കി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മുദ്ര ഇങ്ങനെ കുത്തിയെടുത്ത് കഴിയുമ്പോൾ അത് മുദ്ര ഉണ്ടാകുന്നത് പോലെ. അത് ചെയ്യുന്നതിന് വേണ്ടിയാ, ഒന്ന് സുരക്ഷിതമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടി, സെക്യൂരിറ്റി. മറ്റൊന്ന് അതിൽ കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി, വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടായി കേടുണ്ടാകാതിരിക്കാൻ വേണ്ടി മുദ്രണം ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഈ ബ്രെഡിൽ ഇത് കുത്തുന്നത് സമ്പർക്കം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതല്ല, അതിന്റെ ഒറിജിനാലിറ്റി ഈ ബേക്കറുടേതാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ മുദ്ര എന്നുള്ളതിനൊരു കൊണോട്ടേഷനും കൂടിയുണ്ട്. എന്താണത്?
ഒരു സാധനം മുദ്രണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞെന്നാൽ അതിനൊരു എന്താണ്, രഹസ്യാത്മകതയുണ്ട്. ആ രഹസ്യാത്മകതയ്ക്കും അപ്പുറം ഈ മുദ്ര ചെയ്തവന്റെ വിശ്വാസ്യതയാണ് ആ മുദ്ര. അപ്പൊ ഇവിടെ നമുക്കറിയാം ആരാണ് മുദ്ര ചെയ്തതെന്നും ആ മുദ്രണം എന്താണ് എന്നും ദൈവം തന്നെയാണ്. അപ്പൊ ഈ സ്ഫറാഗിസോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബേക്കേഴ്സ് മാർക്ക് എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് അപ്പത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും കൂടിയാണ് കേട്ടോ ഇത് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡിന്റെ ബാക്ക്ഗ്രൗണ്ടിലും കൂടിയാണ് കാണുന്നത്. ഇത് എത്രയധികമായിട്ടുള്ള വിശാലമായ അർത്ഥങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ജോണിച്ചായൻ പറഞ്ഞതുപോലെ യോഹന്നാൻ ഇതൊക്കെ തന്നെയും ഉദ്ദേശിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. കുറെയൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് അവയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന വലിയ നിധികുംഭങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളിലായിട്ട് വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. It was the assurance that the bread was sealed by the baker who made the bread. ഞാൻ തന്നെ ഉണ്ടാക്കിയ അപ്പമാണ് ഇത് എന്ന് ആ ബേക്കറിക്കാരന്റെ വിശ്വാസ്യതയുടെ സൂചനയായി ആ ബ്രെഡിൽ മുദ്ര പതിപ്പിക്കുന്നത് പോലെ Christ, the true bread, has been sealed or marked by the Father. യേശു ക്രിസ്തു എന്ന യഥാർത്ഥ അപ്പം പിതാവായി ദൈവം മുദ്രണം ചെയ്ത് വിടുകയാണ് ചെയ്യുക. പരിശുദ്ധാത്മാവാകുന്ന മുദ്രണത്തിൽ എന്താണത്? ദൈവത്തിന്റെ വിശ്വാസ്യതയുടെ സൂചനയാണ്, ദൈവത്തിന്റെ വിശ്വാസ്യതയുടെ മുദ്രയാണ് യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ്. എത്ര വലിയ ഒരു അർത്ഥമാണ് എന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ദിവസങ്ങൾ നമുക്ക് വേണേ ചിന്തിക്കാം, ധ്യാനിക്കാം. അപ്പത്തിൽ ബേക്കറിക്കാരന്റെ മുദ്ര കാണുമ്പോൾ ഇന്ന് നമുക്കറിയാലോ നമ്മൾ എന്തുകൊണ്ടാണ് ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു എന്താണ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഷെൽഫുകളിൽ ഒരേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരേ പർപ്പസിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് 50 എണ്ണം വെച്ചിരിക്കുന്നു, 50 കമ്പനികളുടെ 50 പ്രോഡക്ട്സ് വെച്ചിരിക്കുന്നു. എങ്കിലും പലപ്പോഴും നമ്മൾ ഒരു സാധനം തിരഞ്ഞെടുക്കാൻ കാരണമാകുന്നത് അതിന്റെ ലുക്കല്ല, അതിന്റെ ബ്രാൻഡ് വാല്യൂ ആണ്. കാരണം ഈ കമ്പനിയിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ആ പ്രോഡക്റ്റ് മോശം വരികയില്ല എന്ന് നമുക്ക് ഒരു മുൻധാരണയുള്ളത് കൊണ്ട് നമ്മൾ ആ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ ഇവിടെ ബേക്കറിക്കാരന്റെ ബേക്കറി മുദ്ര പോലെ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന മുദ്ര ചാർത്തി വിട്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ആ പ്രോഡക്റ്റിന്റെ വിശ്വാസ്യത, അതാണ് ഈ സ്ഫറാഗിസോ എന്ന വാക്കിലൂടെ, സീൽ എന്ന വാക്കിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. Then they said to him, what must we do if we were to carry out God's work? Jesus gave them this answer. This is carrying out God's work. You must believe in the one who he has sent. So they said, what sign will you yourself do, the sight of which will make us believe in you? What work will you do? Our fathers ate manna in the desert, as scripture says he gave them bread from heaven to eat. ഇവിടെ പരസ്പരമുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഈ 2-3 വാക്യങ്ങൾ. ഡു വർക്ക്, ഈ വാക്കുകളിലാണ് നമ്മളിപ്പോ അതിന്റെ അർത്ഥതലങ്ങളെയാണ് നമ്മൾ പെട്ടെന്ന് കാണാൻ പോകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇവിടെ യഥാർത്ഥത്തില് വാട്ട് മസ്റ്റ് വി ഡു എന്ന് ചോദിക്കുമ്പോൾ ആ ഡു എന്നല്ല അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ അവിടെ വരേണ്ടത്. ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ഡു എന്നല്ല ഡൂയിങ് എന്നാണ് പറയേണ്ടത്. 3 പ്രാവശ്യവും ഡൂയിങ് 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 എന്നാണ് പറയേണ്ടത്. അങ്ങനെ ലിറ്ററൽ ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണത് വരിക. അത് ഇംഗ്ലീഷ് ഭാഷയിൽ കേൾക്കുമ്പോൾ അതിന് ഒരു സ്വാഭാവികത തോന്നും, എങ്കിലും ഇങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ വരേണ്ടത്. വാട്ട് മസ്റ്റ് വി ബി ഡൂയിങ് ടു ബി ഡൂയിങ് ദ ഡൂയിങ്സ് ഓഫ് ഗോഡ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബി ഡൂയിങ് എന്നുള്ള ആ വെർബിന്റെ ഉപയോഗവും മൂന്നാമത്തേത് ഡൂയിങ്സ് എന്നുള്ള നൗണിന്റെ ഉപയോഗവും എല്ലാം ഡൂയിങ് തന്നെയാണ്. എങ്കിലും ഇപ്പോ ഈ കാഴ്ചപ്പാടിൽ കാണാൻ വാട്ട് മസ്റ്റ് വി ബി ഡൂയിങ്, ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്,
അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്? എന്താണത്? ദൈവത്തിന്റെ പ്രവൃത്തികളാകാൻ വേണ്ടി എന്ന അർത്ഥത്തിൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ജനത്തിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അവരുടെ പ്രവൃത്തികൾ മാത്രം പോരാ രക്ഷപ്പെടാൻ എന്നുള്ളത്. ദൈവം അവന്റെ കരം ഇങ്ങോട്ട് നീട്ടുക കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട് രക്ഷപ്പെടാൻ എന്നുള്ള കാര്യം ജനത്തിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അവര് കരുതുന്നത് ആ നിയമങ്ങൾ, മോശയുടെ നിയമങ്ങൾ അനുഷ്ഠിച്ചു പോയാൽ മാത്രം മതി രക്ഷപ്പെടാൻ എന്നാണ് കരുതിയിരിക്കുന്നത്. ഇപ്പോഴും ജനത്തിന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് രക്ഷ പ്രാപിക്കാൻ വേണ്ടി. നിങ്ങൾ എത്ര ചെയ്താലും രക്ഷ പ്രാപിക്കുകയില്ല എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ എത്രയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് സംലഭ്യമല്ലാത്ത രക്ഷ സംലഭ്യമാക്കാൻ പറ്റുന്ന ഒരുത്തനേ ഉള്ളൂ, അവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകാത്തത് കൊണ്ട്. അപ്പൊ ഈശോ അവരോട് എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ ഈശോ പറയുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കണം. തന്നെത്താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തിയിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതിന് ഈ വിശ്വാസം എന്നുള്ളത് എന്താണ് എന്നുള്ളതിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അവര് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാല് ദൈവത്തിന്റെ പ്രവൃത്തി, ഡൂയിങ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരുടെ കണ്ണിൽ പെടാതെ പോകും. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവായ മനുഷ്യനായി പിറന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോ. കാരണം ദൈവമാണ് മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ നോക്കിയാൽ അപ്പത്തിന്റെ അത്ഭുതം ഉണ്ടായി, കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതം ഉണ്ടായി. ഇതൊക്കെ കണ്ടപ്പോഴും ദൈവം മുൻപ് വാഗ്ദാനം ചെയ്തിരുന്ന താൻ ചെയ്യാനിരിക്കുന്ന പ്രവൃത്തിയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ജനത്തിന് മനസ്സിലായില്ല. കാരണം അവരിപ്പോഴും തങ്ങളെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ മോശ ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിയമാവർത്തനത്തിൽ പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ. എന്താ നിയമാവർത്തനത്തിൽ പറഞ്ഞ കാര്യം? നിയമാവർത്തനത്തിൽ പറഞ്ഞ അതേ കാര്യം ഈശോദന്റെ ഭൗതിക ജീവിതം തുടങ്ങി, പരസ്യ ജീവിതം തുടങ്ങി അതേ ആ സമയത്ത് സാത്താനോട് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്യമാണ്. എന്താണ്? കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിച്ചാ പോരെ എന്ന് ചോദിച്ചു. അതിന്റെ റെഫറൻസ് ആലോചിച്ച് നോക്കിയേ. കല്ലുകൾ അപ്പമാക്കാൻ അവൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നു. ഈശോ പണ്ട് മോശ മന്ന ഇറക്കി കൊടുത്തതുപോലെ പുരുഷാരത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പുതിയ മോശ പഴയ മോശ പറഞ്ഞ അതേ വാക്കുകൾ പറയുകയാണ്. Human beings live not on bread alone, but on every word that comes from the mouth of God. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് കൂടിയാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ജീവൻ. ഇതേ വാചകം പറഞ്ഞുകൊണ്ടാണ് സാത്താനെ അവിടുന്ന് മടക്കുന്നത്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ മോശ അർത്ഥമാക്കിയത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മന്ന എന്ന അപ്പത്തെ കുറിച്ചല്ല. അപ്പമല്ല ജീവൻ നൽകുന്നത്. മന്ന എന്ന അപ്പം മറ്റെല്ലാ അപ്പവും പോലെ തന്നെ ജീവിതത്തെ തൽക്കാലത്തേക്ക് ജീവനെ പിടിച്ചു നിർത്തുമെങ്കിലും ജീവൻ നൽകാൻ പര്യാപ്തമല്ല. പിന്നെ എന്താണ് അവർക്ക് ജീവൻ നൽകുമെന്ന് മോശ അന്നത്തെ ജനത്തോട് പറഞ്ഞത്? 5 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന തോറയാണ് നിങ്ങൾക്ക് ജീവൻ നൽകാൻ പോകുന്നത് എന്ന് മോശ പറഞ്ഞു. ഈ 5ന്റെ റെലവൻസ് നമുക്ക് ഇവിടെയുണ്ട്. 5 ബാർലി അപ്പമാണ് അന്ന് ജനത്തിന് ജീവൻ നൽകാൻ വേണ്ടി ഈശോ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് ജനം ഒരു അടയാളം ചോദിക്കുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെല്ലാം ദൈവം അവരോടൊപ്പമുണ്ട്, ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ഇവര് അടയാളങ്ങൾ കാണാത്തതുകൊണ്ടാണോ? ഒരു പ്രവാചകനും ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത, മോശയുടെ കാലത്തിന് ശേഷം മറ്റാർക്കും ചെയ്യാൻ സാധ്യമല്ലാതിരുന്ന മഹാത്ഭുതം അവരുടെ കൺമുമ്പിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷം ഒന്നും കണ്ണടച്ച് തുറന്നിട്ടേ ഉള്ളൂ. They are asking for works from Jesus, but what is he asking of them? അവനെന്താണ് അവരോട് ചോദിക്കുന്നത്? ഫെയ്ത്ത്. അവരിൽ നിന്ന് അവൻ ചോദിക്കുന്നത് വിശ്വാസമാണ്.
ഈ വിശ്വാസത്തിന് ഇവിടെ അതൊരു സൈനായിട്ട് മാറുകയാണ്. അതിലേക്ക് നമ്മൾ വരുന്നത്. Their faith in him will be the sign that he is God's representative. Jesus is telling them that faith in itself is a work of God. വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം അവിടെ ദൈവിക പ്രവർത്തനം നടന്നു കഴിഞ്ഞു. കാരണം വിശ്വാസം എന്നതിൽ ദൈവത്തിന്റെ പ്രവർത്തനം വളരെ അധികമുണ്ട് വിശ്വാസം ഉണ്ടാകുന്നതിന്. അപ്പൊ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കേണ്ടതിന് ബി ഡൂയിങ് ദ ഡൂയിങ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഡൂയിങ് ആണ് ഇവിടെ വരുന്നത്, ഈ വർക്കാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദ വർക്ക് ഓഫ് ഗോഡ് ഈസ് ടു ബിലീവ് ഇൻ ഹിം. അപ്പൊ എന്താ ജനം ചെയ്യേണ്ടത്? ദൈവത്തിന്റെ പ്രവൃത്തിയായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ജനത്തിന് ഇത് മനസ്സിലാകുന്നില്ല ശരിക്കും. അതുകൊണ്ടാണ് പിന്നെയും അവർ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, ഈശോ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അടയാളം വേണം എന്ന് പറയുന്നത് ഇതുകൊണ്ട്. അതായത് ഇപ്പൊ അവർ തൊട്ട് മുമ്പ് അവർ കണ്ട അത്ഭുതങ്ങളെക്കാളും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അടയാളം അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. എത്ര കൺവിൻസിങ് ആയിട്ടുള്ള അടയാളം കൊടുത്താലും അവർ വീണ്ടും അടയാളങ്ങൾക്ക് വേണ്ടി ചോദിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം മോശ പറഞ്ഞിരുന്ന, ഞാൻ ചെയ്തതിനേക്കാളും വലിയ അത്ഭുതം എനിക്ക് ശേഷം വരുന്നവൻ ചെയ്യും എന്ന് പറഞ്ഞ അത്ഭുതം, അതിനേക്കാൾ വലിയ അത്ഭുതം അവിടുന്ന് ചെയ്തു. പക്ഷെ എന്നിട്ടും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ വർക്ക് എന്ന വാക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതിനെക്കുറിച്ച് ഫാദർ ബ്രൗൺ വീണ്ടും പറയുകയാണ്. there is a play in the Greek text on the word works. കാരണം 28-27 വാക്യങ്ങൾ തമ്മിൽ ജക്സ്റ്റാപ്പോസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 28 ഉദ്ദേശിക്കുന്ന which literally translate to work the works, പ്രവൃത്തികൾ ചെയ്യുക എന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. However, Brown points out the word work in verse 28 does not mean, as it does in verse 27, to work for, but means instead to perform. പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണോ പെർഫോമിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റില്ല. പെർഫോം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. ആസ് വൺ പെർഫോംസ് ദ വർക്ക്സ് ദാറ്റ് പ്ലീസ് ഗോഡ്, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികൾ അനുഷ്ഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ 26 മുതൽ 30 വരെയുള്ള അതില് വർക്ക്സ് 5 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഈ 4-5 വാക്യങ്ങൾക്കിടയിൽ 5 പ്രാവശ്യം ഈ വർക്ക് അല്ലെങ്കിൽ വർക്ക്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ജനം തന്നെ ഈശോയിൽ മോശയെ കാണുകയാണ്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജനമാ പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചതുപോലെ എന്നല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചതുപോലെ. അപ്പൊ ഇവിടെ ഈശോയുടെ ആ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം അവനെ മോശയുടെ ഏറ്റവും വലിയ അത്ഭുതവുമായിട്ട് കണക്ട് ചെയ്യുക. അവൻ വെള്ളത്തിന് മേലെ നടന്ന് സ്ലീഹന്മാരുടെ അടുത്ത് എത്തിയതിനെ മോശയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ അത്ഭുതവുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇവര് കരുതുന്നത് മന്നയെയാണ് അവൻ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ അതുപോലൊരു അടയാളം കൊടുക്കാനാണ് അവർ പറയുന്നത്. സ്വർഗത്തിൽ നിന്നും അവൻ അപ്പം കൊണ്ടുവന്നു. നീ എന്തുകൊണ്ട് സ്വർഗത്തിൽ നിന്നും അപ്പം കൊണ്ടുവരുന്നില്ല? നീ നിന്റെ കയ്യിൽ നിന്ന് വികസിപ്പിക്കല്ലേ എന്നായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവരുന്നു. അപ്പൊ ഈ അവരുടെ ആവശ്യത്തിന്റെ യഥാർത്ഥ മാനം മനസ്സിലാക്കണമെങ്കിൽ ഒരു മിദ്രാഷ് പ്രവചനം, ഒരു മിദ്രാഷ് വ്യാഖ്യാനമുണ്ട്. അതെന്താണ്? മെശിഹ വരുമ്പോൾ മോശ ചെയ്തതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ അവൻ ചെയ്യും. ഇസ്രയേലിന്റെ വിമോചകനായ മെശിഹ വരുമ്പോൾ. അപ്പൊ ആ അടയാളമാണ് ഇവർ ചോദിക്കുന്നത്. അവർക്ക് പകുതി എന്താണ്? ഈശോയിൽ വിശ്വാസമാണ്. മോശ പുതിയ മോശയാണ്, അഥവാ മോശ പറഞ്ഞ മെശിഹായാണ് ഇത് എന്ന്. പക്ഷേ അത് തെളിയിക്കുന്ന മെശിഹായുടെ അത്ഭുതം സംഭവിക്കണമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിദ്രാഷ് കൊഹീലത്ത് 73. അപ്പൊ അതിങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മോശയുടെ ഈ പ്രവചനത്തെ. The former redeemer caused manna to descend for them. പഴയ രക്ഷകൻ, നമുക്കറിയാം മോശ, ആകാശത്ത് നിന്നും മന്ന ഇറക്കി കൊടുത്തു. അതേപോലെ തന്നെ ലൈക്ക് manna shall our latter redeemer cause manna to come down. അതേപോലെ തന്നെ പുതിയ രക്ഷകനും ആകാശത്ത് നിന്നും മന്ന ഇറക്കിക്കൊണ്ടുവരും.
there shall be a handful of grain in the earth. അത് സങ്കീർത്തനത്തിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അവര് ലിറ്ററലി അങ്ങനെ തന്നെ ഇത് സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും വലിയ പ്രത്യാശയോടും കൂടിയാണ് യഥാർത്ഥത്തിൽ അവർ ചോദിക്കുന്നത്. സംശയിച്ച് തള്ളിക്കളയാൻ വേണ്ടി അല്ല, യഥാർത്ഥത്തിൽ സംതൃപ്തരായിട്ട് അവനെ സ്വീകരിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ വിശ്വാസം എന്നതിനെ സംബന്ധിച്ച് അവർക്കുള്ള അബദ്ധധാരണ മൂലം ഫെയ്ത്ത് എന്ന സംഗതി അവരിൽ വർക്ക് ചെയ്യാത്തതിന് കാരണം ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിൽ കൂടെ തന്നെ അവര് തന്നെ പ്രവർത്തിച്ച് രക്ഷ സംലഭ്യമാക്കുന്ന വിശ്വാസം സംലഭ്യമാക്കുന്ന ആ ടെക്നിക്കാണ് അവരുപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ, ദൈവം നൽകുന്നതിലൂടെയാണ് വിശ്വാസം സംലഭ്യമാക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ what his questioners are looking for is a miracle greater than the miracle of the loaves and fishes from one who claims to be the Messiah. അവരുടെ മിശിഹ വരുന്ന സമയത്ത് ഈ പറഞ്ഞ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. The key to understanding this challenge is of course linked to the whole situation of the national exception of the prophet greater than expectation of the prophet greater than Moses promised in Deuteronomy. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. മോശ പറഞ്ഞതിനെ, മോശ തന്നെക്കാൾ വലിയ പ്രവാചകൻ വരുമെന്ന് പറഞ്ഞതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവര് ഈ സംഗതികൾ ചോദിക്കുന്നത്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6:32 മുതലുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം പഠിക്കാം. ഇന്നത്തെ നമുക്ക് സെഷൻ ഇവിടെ നിർത്താം.